ആപ്കി അദാലത്തിൽ കോൺഗ്രസ് ലീഡർ സച്ചിൻ പൈലറ്റിന്റെ മേലുള്ള കുറ്റാരോപണം, അതായത് താങ്കളുടെ സുഹൃത്തുക്കൾക്ക് ഒരു സഹായവും ചെയ്യുന്നില്ല. സച്ചിൻ, ഒരു ഫോട്ടോ താങ്കളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഫോട്ടോയിൽ നോക്കുക, താങ്കളുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കാലത്ത് താങ്കളോടൊപ്പം വളരെ ക്ലോസ് ആയിരുന്ന പല വ്യക്തികളും ഉണ്ട്. അവർ പറയുന്നു താങ്കൾ വിശ്വാസവഞ്ചകനാണ്, അവരെല്ലാവരും BJP പോയിട്ടും താങ്കൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. RP സിംഗ്, മിലിന്ദ് ദേവര, ജ്യോതിരാജ് സിന്ധ്യ, ഇങ്ങനെ പല സുഹൃത്തുക്കളും ഉണ്ട്. പാർട്ടിയോട് കൂറ് കാണിച്ചാൽ പോരെ? അതിൽ വളരെ കറക്റ്റാണ്. ഇപ്പോ അത് പിന്നെ ഓരോരുത്തരും ഫ്രണ്ടായിരിക്കാം, ബ്രദറായിരിക്കാം, എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവർ അവരുടെ രീതിയിലാണ് പ്രവർത്തിക്കുക, ആരോടൊപ്പം ചേരണം എന്നൊക്കെ. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പലരും പാർട്ടി വിട്ട് പുറത്തു പോകുന്നു, പാർട്ടിയിലേക്ക് ചിലർ വരുന്നു. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഇതിന് കാലം മറുപടി പറയും. ആരുടെ തീരുമാനമാണ് ശരിയെന്നും തെറ്റെന്നും കാലം മറുപടി പറയും. കാരണം അവസാനം ആരാണ് ജഡ്ജായിരിക്കുക? അതായത് അവസാനം ജനങ്ങളാണ് ജഡ്ജ്. നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് പബ്ലിക് തീരുമാനിക്കും. ഇത് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തേത്, നിങ്ങൾ ഈ പറഞ്ഞതിനെ ഞാൻ എതിർക്കുന്നു രജത് സാർ. നിങ്ങൾ 4-5 പേരുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ് ഇവർ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞുപോയെന്ന്. നിങ്ങൾ എന്നോടാണ് ചോദിക്കുന്നത്. പക്ഷേ എപ്പോ കപിൽ സിബൽ സാർ, ഗുലാം നബി ആസാദ് സാർ, ക്യാപ്റ്റൻ അമർദ സിംഗും പാർട്ടി വിടുമ്പോൾ ആ സീനിയേഴ്സ് ലീഡേഴ്സിനോട് ഒരു ചോദ്യവും ചോദിച്ചില്ലല്ലോ. ഗുലാം നബി ആസാദിനെ ഞങ്ങൾ ഈ കോടതിയിലേക്ക് വിളിച്ചിരുന്നു. താങ്കൾ ഇരുന്ന സ്ഥലത്താണ് അദ്ദേഹം ഇരുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറയുന്നു 24 മണിക്കൂറും മോഡിയെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കണമെന്ന്, അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി വിട്ടതെന്ന്. നോക്കൂ, ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ തന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അവർ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞെന്ന് വരും. ഇതേ കാര്യം തന്നെയാണ് മിലിന്ദ് ദേവരയും ഞങ്ങളോട് പറഞ്ഞത്. 24 മണിക്കൂറും മോഡിയെ ചീത്ത വിളിക്കണമെന്ന് താങ്കൾ പറഞ്ഞെന്ന്. മോഡി കോൺഗ്രസ് നല്ല പാർട്ടിയാണെന്ന് പറഞ്ഞാലും ചീത്ത വിളിക്കണമെന്ന്. ഇല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ആരെന്ത് തീരുമാനം എടുത്താലും അത് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം പറയും. പക്ഷെ ഞങ്ങൾക്ക് എവിടെ നിന്നും ഇതുപോലൊരു ഇൻസ്ട്രക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഓപ്പോസിഷനിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചേ പറ്റൂ. ജനങ്ങളുടെ പുരോഗമനത്തിനും രാജ്യത്തിന്റെ പുരോഗമനത്തിനും നമ്മൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമ്മൾ പാർലമെന്റിൽ വേണം പറയാൻ. എല്ലാത്തിനും എന്ന് തലയാട്ടിയാൽ എന്ത് ഓപ്പോസിഷനാണ്? എല്ലാം അംഗീകരിക്കാനാവില്ല. സപ്പോർട്ടും ചെയ്യണം, എതിർക്കുകയും വേണം. അതുപോലെ ഏത് കാര്യത്തിലാണെങ്കിലും 2 അഭിപ്രായം ഉണ്ടായിരിക്കണം. ഒരു കാര്യമെടുത്ത് നമ്മൾ ഡിബേറ്റ് ചെയ്താൽ മാത്രമേ അതിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടൂ. ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാവരും എന്ന് തലയാട്ടിയാൽ അത് ശരിക്കുള്ള ഡെമോക്രസി അല്ല. നിങ്ങളുടെ അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല. പലരും കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതുപോലെ ഒരുപാട് പേർ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നുമുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കാൻ ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അവകാശമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 24 വർഷത്തിനിടെ എന്റെ പാർട്ടി എന്നോട് എവിടെയെല്ലാം ചെന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞോ ഞാൻ അവിടെയെല്ലാം ചെന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടുമുണ്ട്. സ്റ്റേറ്റിലാണെങ്കിലും സെൻട്രലാണെങ്കിലും ഞാനത് വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അതുപോലെ കഠിനാധ്വാനം ചെയ്യാൻ ഞാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. അതുമാത്രമല്ല, എന്നെ ഏതെങ്കിലും ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ഞാൻ പൂർത്തിയാക്കാതെ പിന്മാറില്ല. ഒരു കാര്യം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. കാരണം നമ്മുടെ അധ്വാനമാണ് ഏറ്റവും വലുത്. അത് ആത്മാർത്ഥമായി ചെയ്താൽ മതി. ഒരു കാര്യം കൂടി രജത് സാർ, പദവി കിട്ടാത്തതുകൊണ്ട് വിഷമിച്ചെന്ന് പറഞ്ഞിരുന്നു. ഏത് പ്രയത്നവും വിഫലമാകില്ല, എന്ത് അധ്വാനവും വേസ്റ്റ് ആവില്ല. നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കൂ. ജനങ്ങളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏത് ലക്ഷ്യം നേടുവാനാണോ ഞങ്ങൾ പോകുന്നത് അതിൽ ഞങ്ങൾ ശ്രദ്ധയൂന്നിയേ പറ്റൂ. ഇലക്ഷൻ അടുത്തു, ഞങ്ങൾ ഓപ്പോസിഷനിലാണ്. പക്ഷേ 2-3 ഇലക്ഷനിൽ ഞങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് ഞങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കാൻ പാടില്ല. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ബുദ്ധിശാലികളാണ്. കിട്ടിയെന്നുള്ള കാര്യം അംഗീകരിക്കുന്നു. താങ്കളെ ഒരു പാർലമെന്റ് മെമ്പറും ആക്കിയിരിക്കുന്നു, സെൻട്രൽ ഗവൺമെന്റിലെ ഒരു മന്ത്രിയുമാക്കി. താങ്കൾ രാജസ്ഥാനിൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ആയിരുന്നു, 7 വർഷം സ്റ്റേറ്റ് പ്രസിഡന്റും. താങ്കൾ എല്ലായിടത്തും ജോലി ചെയ്തു, ശരിക്കും കഷ്ടപ്പെട്ടു, താങ്കൾ തെളിയിച്ചു കാണിച്ചു. അതുകൊണ്ടാണ് ജനങ്ങൾ ചോദിക്കുന്നു, താങ്കളുടെ മറ്റു സുഹൃത്തുക്കൾ അവരോരോരുത്തരും എന്തുകൊണ്ട് വിട്ടുപോയി? മിലിന്ദ് ദേവര, ആദിത്യരാജ് സിന്ധ്യ, അല്ലെങ്കിൽ ജിത്തൻ പ്രസാദ്, പിന്നെ RP സിംഗ്, ഇവരെല്ലാം യങ് ലീഡേഴ്സാണ്. പാർട്ടി ഉത്തരവാദിത്തം നൽകിയിരുന്നു. പോകുന്നതിന് എന്തെങ്കിലും കാരണം കാണുമല്ലോ. എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ കരിയർ ഇവിടെ നിൽക്കുന്നതിനേക്കാളും അവിടെ നിന്നാൽ റൈറ്റ് ആയിരിക്കുമെന്ന് അവർക്ക് തോന്നിക്കാണും. ഇത് അവരുടെ തീരുമാനമാണ്. നിങ്ങൾ എന്തിനാണ് 5 പേരുടെ കാര്യം മാത്രം പറയുന്നത്? ഒരുപാട് പേർ കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കോൺഗ്രസിലേക്ക് വരുന്നുണ്ട്. ഇലക്ഷന് മുമ്പ് ഇതുപോലെ പലതും നടന്നു വരും. ഇതിനൊന്നും അത്ര പ്രാധാന്യം കൊടുക്കാൻ വരുന്ന സമയത്താണ്. അതായത് പഞ്ചാബിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു, അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രിയായിരുന്നു.
പാതി വഴിയിൽ അദ്ദേഹത്തെ കുതിരയിൽ നിന്നും ഇറക്കി വിട്ടു. അതിനുശേഷം മറ്റൊരാളെ കൊണ്ടുവന്നു. അദ്ദേഹം മോഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനിപ്പോ ഞാൻ എന്താ പറയാ? ഈ രാഷ്ട്രീയത്തിൽ ആർക്കും ഒരു ഗ്യാരണ്ടിയുമില്ല. എന്ത് നടക്കുമെന്നും അറിയില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഭംഗിയായിട്ട് ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. നിങ്ങൾ ഒരാളെ വിലയിരുത്തിയിട്ട് അതുപോലെ മറ്റെല്ലാവരെയും കാണരുത്. ചിലരുടെ പ്രവർത്തന രീതി വേറെയായിരിക്കും, പെരുമാറ്റ രീതി വ്യത്യസ്തമായിരിക്കും. അവരെന്ത് വേണമെങ്കിലും തീരുമാനിക്കട്ടെ, പക്ഷെ എന്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ശരി, താങ്കൾക്ക് തോന്നിയില്ലേ പൊളിറ്റിക്കൽ കാൽക്കുലേഷനിൽ തെറ്റുകൾ സംഭവിക്കില്ലേ? ഇപ്പൊ MP ഇലക്ഷനിൽ എല്ലാവരും കമൽനാഥിനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. അദ്ദേഹമാണ് എല്ലാ ക്യാമ്പയിനും നടത്തുന്നത്. അദ്ദേഹം ഇഷ്ടത്തിന് ക്യാമ്പയിൻ ചെയ്തു, ആർക്കും ഉത്തരവാദിത്തം നൽകിയില്ല, അതുകൊണ്ടാണ് തോറ്റുപോയതെന്ന്. പരാജയത്തിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരാളെ കൊണ്ട് ജയിപ്പിക്കാനും കഴിയില്ല, തോൽപ്പിക്കാനും കഴിയില്ല. ഇതൊരു സംഘടനയാണ്, എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം. ജയിക്കുമ്പോൾ എല്ലാവരും ജയിക്കും, തോൽക്കുമ്പോൾ എല്ലാവരും തോൽക്കും. മറ്റൊരു വ്യക്തിയാണ് ഷേർഗിൽ. അദ്ദേഹവും പാർട്ടിയിൽ നിന്ന് പോയി. അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ പ്രോബ്ലം കോൺഗ്രസിൽ ഉള്ളിടത്തോളം കാലം ഞാൻ ജനറലായിരുന്നു, പക്ഷെ രാഹുൽ ഗാന്ധി എങ്ങനെയുള്ള ആളാണെന്ന് അദ്ദേഹം തന്നെ ഇത് പറയുന്നു. തെറ്റാണ്. നോക്കൂ, രാഹുൽ ഗാന്ധിയെ കുറിച്ച് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. 20 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അദ്ദേഹം എപ്പോഴും യങ്സ്റ്റേഴ്സിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കും. നിങ്ങൾ പറയുന്നവരെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ നേരിട്ടവരാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം യങ്സ്റ്റേഴ്സ് ഉണ്ട്, ലീഡേഴ്സ് ഉണ്ട്, പല സ്ഥാനങ്ങൾ വഹിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ല. അവർക്ക് മുന്നേറാനുള്ള ചാൻസ് കൊടുക്കുന്നു. യൂത്ത് കോൺഗ്രസിൽ ഇലക്ഷൻ നടക്കും. എന്തിന്? രാഷ്ട്രീയ അനുഭവമില്ലാത്തവർക്ക് പോലും ഇദ്ദേഹം അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഓപ്പോസിഷനിലാണ്, ഇലക്ഷനിൽ ജയിച്ചില്ല. അപ്പൊ കുറ്റം പറയാൻ എളുപ്പമാണ്. ഒരു സമയത്ത് ഞങ്ങൾ റൂളിംഗിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലുതാണ്. നിങ്ങൾ വേണമെങ്കിലും മാറിക്കോ, പക്ഷെ സത്യം ഒരിക്കലും മാറരുത്. സ്ഥിതിഗതികൾ മാറിയെന്ന് വരാം, പക്ഷെ നിങ്ങൾ നേരായ മാർഗത്തിലൂടെ വേണം പോകാൻ. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം. എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമല്ല, വലിയ ഓഫർ അവർ പറയുന്നുണ്ട്, അത് വ്യക്തമായിട്ട് പറയൂ. പക്ഷെ ലീഡറെ കുറ്റം പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ, അത് വളരെ വലിയ തെറ്റാണ്. 2013 നമുക്ക് 21 MP ഉണ്ടായിരുന്നു. 2018 നിങ്ങളാണ് പാർട്ടിയെ വളർത്തത്. കഴിഞ്ഞ 8 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റിനെ കുറിച്ചാ കൂടുതൽ കംപ്ലൈന്റ് വന്നിട്ടുള്ളതെന്ന് നോക്കിയാൽ അത് രാജസ്ഥാൻ സ്റ്റേറ്റാ. ഞങ്ങൾ നിങ്ങളുടെ പല പോരാട്ടങ്ങളും കണ്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വേൾഡ് ഫേമസ് ആയ ആപ്കെ അദാലത്ത് ഷോയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പറയൂ, നിങ്ങളെ CM ആക്കാത്തത് ന്യായമാണോ അതോ അന്യായമാണോ? കാരണം എല്ലാ സ്ഥലത്തും നിങ്ങളുടെ മുഖമാണ് അവിടെ ഉണ്ടായിരുന്നത്. അടുത്ത CM നിങ്ങളായിരിക്കും എന്നാ പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കൂ, ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, വീണ്ടും പറയുന്നു. നിങ്ങളുടെ തലയിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ടോ അതാർക്കും മാറ്റാനാവില്ല. അങ്ങനെ എഴുതി വെച്ചിട്ടില്ലാത്തത് നേടാനും ആവില്ല. പിന്നെ മറ്റൊരു കാര്യം, ന്യായവും അന്യായവും അളക്കുന്നവൻ മുകളിലിരിക്കുന്നുണ്ട്, അവൻ നോക്കിക്കോളും. നമ്മൾ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതി. ജനങ്ങളുടെ സ്നേഹവും ആദരവും എല്ലാം നമുക്ക് കിട്ടും. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് പദവി കിട്ടുമോ കിട്ടില്ലയോ, തീർച്ചയായും നല്ലത് നടക്കും. പക്ഷേ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ സന്തോഷത്തോടെ കഴിയണം. ജനങ്ങളുടെ പ്രാക്ക് കേൾക്കാൻ പാടില്ല. പിന്നെ മനസ്സിനെ സുതാര്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. നിങ്ങൾ ഇതുമാത്രം ചെയ്താൽ മതി ജീവിതത്തിൽ വിജയിക്കാം. പിന്നെ ബാക്കി പദവിന്ന് നിങ്ങൾ പറയുന്നു. എത്ര പേരുണ്ടെന്നറിയോ? വലിയ വലിയ പദവിയിലാണ് ഇരിക്കുന്നത്. ആരും അവരെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. പേരുപോലും ഓർമ്മയുണ്ടാവില്ല. ഇതിൽ ദൈവത്തോട് നന്ദിയും പറയണം. ഞാൻ എവിടെ ചെന്നാലും ജനങ്ങളുടെ അനുഗ്രഹമുണ്ട്, സൗഹൃദങ്ങൾ വളരുന്നുണ്ട്. ഇതാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം തരുന്നതെന്ന് പറയാം. പക്ഷെ നിങ്ങൾ കഷ്ടപ്പെട്ടതിനുള്ള ഫലം കിട്ടിയിട്ടില്ല എന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല, എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടി എന്തെങ്കിലും വലിയ പദവി കാത്തിരിക്കുന്നുണ്ടാവും. ആര് കണ്ടു? സാർ, ഇന്റർനെറ്റിൽ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു. അതിൽ നിങ്ങൾ 51 മീറ്റർ തലേ കിട്ടുന്ന തുണി 2 മിനിറ്റ് കൊണ്ട് കെട്ടിത്തീർത്തു. നിങ്ങൾ എനിക്ക് വേണ്ടി അതിവിടെ ഒന്ന് കെട്ടിത്തരാൻ പറ്റുമോ സാർ? പ്ലീസ് സാർ. നന്നായിട്ടുണ്ടോ?